നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസ് പടലപ്പിണക്കങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. പലയിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും അവിടെ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് തൽസ്ഥാനം രാജിവെക്കുക പോലും ചെയ്തു. അങ്ങനെ പല കോർപ്പറേഷനുകളിലും പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. ലീഗ് അവരുടെ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥികളെ അവർ ഏറെക്കുറെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ആരൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികളാവണമെന്ന്. അവരൊക്കെ ആ പ്രദേശങ്ങളിൽ ജോലിയെടുക്കുന്നു, പണിയെടുക്കുന്നു, വിജയിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ തങ്ങളെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്താ വിഷയമല്ല എന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. കോൺഗ്രസ് സജ്ജീകരിച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറെടുപ്പുകൾ നടത്തിയാലും ഇല്ലെങ്കിലും ലീഗ് അവരുടെ പരിപാടിയുമായി പ്രചരണ സംവിധാനവുമായി മുന്നോട്ട് പോകും. ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും. അവരുടെ പ്രചരണ സംവിധാനം അടിമുടി അവർ അഴിച്ചു പണിത് കഴിഞ്ഞു. പ്രചരണ സംവിധാനം തയ്യാറായി കഴിഞ്ഞു. ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ലീഗിൻ്റെ പ്രചരണ സംവിധാനം പൂർണ്ണമായും സുസജ്ജമായി കഴിഞ്ഞു. തങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് തങ്ങളുടെ തലവേദനയല്ല, ഹെഡേക്ക് അല്ല എന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവിടെ അടിയുണ്ടോ, പഠനപ്പിണക്കങ്ങളുണ്ടോ, ഏറ്റുമുട്ടലുകളുണ്ടോ, അവരുടെ പ്രചരണ സംവിധാനം എങ്ങനെ? ഇതൊന്നും തങ്ങളുടെ തലവേദനയേ അല്ല. ഇത്തവണ കോൺഗ്രസ്സിന് ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ബാധ്യതയാണ്. അത് ലീഗിൻ്റെ ബാധ്യതയാവില്ല. ലീഗിൻ്റെ നേതാക്കളെയും അവരുടെ പ്രവർത്തകരെയും വിജയിപ്പിക്കേണ്ട ബാധ്യത മാത്രമേ ലീഗിന് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സൂചന ഭംഗ്യാന്തരേണ ലീഗ് നേതൃത്വം കോൺഗ്രസ്സിന് നൽകിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സിലെ അടി എത്ര കാലം കഴിഞ്ഞാലും തീരില്ല. ലോകാവസാനം വരെ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസമാണ്, ഒരു പ്രതിഭാസമാണ് കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസവും മൂപ്പിളമ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും സംഘടനകളുമെല്ലാം. അത് തീർന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വരാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം രൂപപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ലോകാവസാനം വരെ സാധിക്കില്ലെന്ന് മുസ്ലിം ലീഗിന് നന്നായി അറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനെ അറിയും. അതുകൊണ്ട് ലീഗ് അവരുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. സ്വന്തം വഴി വെട്ടിത്തെളിച്ച് ലീഗ് മുന്നോട്ട് പോവുകയാണ്. ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറഞ്ഞു. പ്രചാരണ സംവിധാനം തയ്യാറാക്കി കഴിഞ്ഞു. അവർ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ലീഗിൻ്റെ എല്ലാ സാമ്പത്തികവും മറ്റ് സംഘടനാപരമായ സംവിധാനങ്ങൾ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഉണർന്നു കഴിഞ്ഞു. അവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതെല്ലാം തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരും കണ്ണും തിരുമ്പി എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇനി മുഖത്ത് വെള്ളമൊഴിക്കണം, പല്ല് തേക്കണം, മറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ലീഗ് അതെല്ലാം നേരത്തെ കഴിഞ്ഞ് അവർ റോട്ടിലിറങ്ങിക്കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസ് റോട്ടിലിറങ്ങണമോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. വോട്ടർ അസിസ്റ്റൻ്റിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം, ബൂത്ത് തലത്തിലുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളും തീർത്തിട്ട് മാത്രമേ കോൺഗ്രസിന് ഏതായാലും തെരഞ്ഞെടുപ്പ് ഗോതിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. പക്ഷേ നവംബർ അവസാനത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകും. അതല്ലെങ്കിൽ ഡിസംബർ ആദ്യമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലീഗ് കോൺഗ്രസിനെ കൂട്ടാതെ തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് വിജയിച്ചേ മതിയാവൂ. അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. കോൺഗ്രസിനെ പോലെയല്ല, ലീഗ് ഒരു പ്രാദേശിക സ്വഭാവമുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി തന്നെയാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ, പ്രാതിനിധ്യം ഉണ്ടാക്കിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിന് എന്ത് സംഭവിച്ചാലും, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തമ്മിലടിച്ചാലും, കോൺഗ്രസിൻ്റെ നേതൃത്വം ആശയക്കുഴപ്പത്തിൽപ്പെട്ട് ഉഴന്നു പോയാലും ഇതൊന്നും തങ്ങളുടെ വിഷയമല്ല. തങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു മുന്നണി സംവിധാനം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ മുന്നണി മര്യാദ അനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകേണ്ട അവസരത്തിൽ തങ്ങൾ പിന്തുണ നൽകും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അതല്ലാതെ മറ്റൊന്നും ഇപ്പോഴും തങ്ങളുടെ മുന്നിലില്ല എന്നും ലീഗ് സ്ഥാനാർത്ഥികളുടെ വിജയം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. കാരണം മൂന്നാം തവണയും ഭരണം ലഭിച്ചില്ലെങ്കിലും ലീഗിന് പിടിച്ചു നിൽക്കണം. അതിന് ലീഗിന് MLA ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. ലീഗിന് ഇപ്പോൾ ഉള്ള MLA നിന്ന് 5 എണ്ണമെങ്കിലും കൂടുതൽ വേണമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. 21-22 MLA ലീഗിന് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ തങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസിൽ എന്ത് സംഭവിച്ചാലും തങ്ങളുടെ വിഷയമല്ല, തങ്ങളുടെ വഴിക്ക് പോകുമെന്ന് ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു.